കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് 1 കിലോ MDMA പിടികൂടിയ കേസിൽ 2 പേർ കൂടി പിടിയിൽ. MDMA വാങ്ങാനെത്തിയ മലപ്പുറം ചീക്കോട് സ്വദേശികളായ റഹനാസ്, ഷിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ഒമാനിൽ നിന്നെത്തിയ തൃശൂർ കൊരട്ടി സ്വദേശി ലിജീഷ് ആന്റണിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, വലിയൊരു MDMA കടത്താണ് ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയത്. ഇതിൽ കൂടുതൽ പേരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? സൈഫാൻ ജിൽസി, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് മസ്കറ്റിൽ നിന്ന്, ഒമാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൂടുതലായി വൻതോതിൽ എത്തിക്കുന്ന സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിന് പുറത്തുവെച്ച് കഴിഞ്ഞ ദിവസം ഈ കൊരട്ടി സ്വദേശിയായ തൃശൂർ കൊരട്ടി സ്വദേശിയായ പഴയക്കര വീട്ടിൽ ലിഗീഷ് ആന്റണിയെ 1 കിലോഗ്രാം MDMAയുമായി പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് തന്നെ ലിഗീഷിൽ നിന്ന് MDMA വാങ്ങാനെത്തിയതായിരുന്നു ചീക്കോട് സ്വദേശികളായി 2 പേരും. പക്ഷേ ലിജീഷിനെ പോലീസ് പിടികൂടിയതറിഞ്ഞതോടെ ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ലിഗീഷിനെ കൂടുതലായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് വാങ്ങാനെത്തിയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. മലപ്പുറം ചീക്കോട് കൊളമ്പലം പുത്തലത്ത് റഫ്നാസ്, അതോടൊപ്പം തന്നെ ചീക്കോട് സ്വദേശി അടൂരപ്പറമ്പ് വടക്കേത്തോട് ഷിഹാബുദ്ദീൻ എന്നിവരെ 2 പേരെ, ഈ വാങ്ങാനെത്തിയ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇതിനകത്തുള്ള മറ്റു ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കരിപ്പൂർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി കടത്ത്, പ്രത്യേകിച്ച് ഒമാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി കടത്ത് സജീവമാണ് എന്നുള്ള വിവരം വ്യക്തമായിരുന്നു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ ഒരു യുവതിയെ, പത്തനംതിട്ട സ്വദേശിയായ സൂര്യ എന്ന 31-കാരിയെ 1 കിലോയോളം MDMAയുമായി പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഇത് വാങ്ങാനെത്തിയ തിരൂരങ്ങാടി സ്വദേശികളായ 4 പേരെയും പിടികൂടിയിരുന്നു. അതിനുശേഷം ഒരു ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ 1 കിലോ MDMAയുമായി ഒമാനിലെത്തിയ മറ്റൊരു യാത്രക്കാരൻ കൂടി പിടിയിലാകുന്നത്. പോലീസ് പറയുന്നത് ഇതിന്റെ ഇന്റർനാഷണൽ തലത്തിൽ ബന്ധങ്ങളുള്ള ചില മയക്കുമരുന്ന് സംഘങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിലും വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്.